പക്വതയുള്ളവൻ അറിയാൻ ഞാൻ അവകാശിയ ദാസനല്ല. ഞാൻ ചോദിച്ചില്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരപ്പനുണ്ട്. സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ അവൻ്റെ ഉടമ്പടി അത് വിശ്വാസമായതാ. അവൻ്റെ ഉടമ്പടി അവൻ ഓർക്കും. അവകാശി സർവത്തിന് യജമാനനാണ്. ഈ ഒരു ആത്മീക പക്വത ജീവിതത്തിൽ ഉണ്ടോ എന്നൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. പലതും കർത്താവെ കിട്ടുന്നില്ല, ദൈവസന്ധി വല്ലാതെ അങ്ങ് നിർബന്ധം പിടിക്കുക. എന്നാൽ പക്വതയുള്ള മോനറിയാം, മോക്കറിയാം, എൻ്റെ അപ്പൻ എനിക്ക് അമേൻ അനുഗ്രഹമാണെങ്കിൽ അത് തരും, തരുന്നില്ലെങ്കിൽ അത് എനിക്കുള്ളതല്ല, അനുഗ്രഹമുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ശിശു നിർബന്ധം പിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലതും കിട്ടാൻ തടസ്സമായി നിൽക്കുന്നത് ആ ഒരു പക്വതയിലേക്ക് എത്താത്തത്. ആ പക്വതയിലേക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ അത് തരണേ ഇത് തരണേ എന്ന് ശിശു കിടന്ന് കരയുന്നത് പോലെ, ദാസൻ ബെഗ് ചെയ്യുന്ന പോലെ ബെഗ് ചെയ്യാൻ പറ്റത്തില്ല. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ സ്വപുത്രൻ്റെ ആത്മാവിനെ എൻ്റെയും നിൻ്റെയും ഹൃദയങ്ങളിൽ നൽകി തന്നപ്പോൾ പിറുപിറുക്കുന്നവരായിട്ടല്ല, അപ്പം ഞാൻ അങ്ങയുടെ അവകാശിയായതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു.